ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് ചെയ്ത പുതുപുത്തൻ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പ്രൈവറ്റ് ബസ് ആഡ് ചെയ്യുന്ന വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പ്രൈവറ്റ് ബസ് ഉണ്ടായുള്ളൂ. അപ്പോൾ ഇന്ന് ഒരുവിധം കുറേ പല ടൈപ്പിലുള്ള പ്രൈവറ്റ് ബസ്സുകളൊക്കെ എങ്ങനെ ആഡ് ചെയ്യുന്നതാണ് നമ്മളിന്ന് ഞാൻ ചെയ്യാൻ വന്നത്. അതായത് ഒരു ആപ്പാണ്. ആ ആപ്പിൽ ഒരുവിധം എല്ലാ ടൈപ്പ് പ്രൈവറ്റ് ബസ്സുകളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ ബസ് മിലാറ്റ് ഇൻഡോനേഷ്യയിൽ കൊണ്ട് ആഡ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണ് ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ആ വീഡിയോ ചേർക്കുമ്പോൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതിന് നോട്ടിഫിക്കേഷൻ ഇവിടെ നമുക്ക് ഞാൻ വീഡിയോ എടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യം തന്നെ ഈ വണ്ടികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ പ്രൈവറ്റ് ബസ്. പാർത്ഥസാരഥിന്നാണ് പേര്. നമ്മുടെ കണ്ണൂർ കോഴിക്കോട് റൂട്ടിലോടുന്ന വണ്ടിയാണ്. ദർ ആർ നോ കോയിൻസിഡൻസസ് ഇൻ ദിസ് വേൾഡ് എന്നൊക്കെ പറഞ്ഞ് അടിപൊളി സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ വണ്ടി, പാർത്ഥസാരഥി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് വണ്ടികളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതിന് ശേഷം അത് ഓടിക്കുന്നത് കാണിച്ചു തരാം. പിന്നെ അതിന് ശേഷം അത് ഡൗൺലോഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വണ്ടി ഇതായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അടുത്ത വണ്ടി കാണിച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മൾ ഇന്നലെ ആഡ് ചെയ്ത മോഡിലുള്ളതാണ് ഈ ലൈറ്റും ഈ വണ്ടിയും സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വണ്ടി, നമ്മുടെ ഡർബി എന്നാണ് ഈ ഒരു വണ്ടിയുടെ പേര്. അപ്പോൾ ഇത് കണ്ണൂർ ഭാഗത്തു നിന്നുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതാണ് ടോട്ടൽ വണ്ടിയുടെ ലുക്ക്. അപ്പോൾ ഇതൊക്കെ ഓടിക്കുന്നത് വീഡിയോ ഞാൻ ഇതിന് ശേഷം കാണിച്ചു തരാം. ജസ്റ്റ് ആദ്യം തന്നെ ഫസ്റ്റ് ഒന്ന് വണ്ടികളൊക്കെ ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വോൾവോയുടെ KSRTCയുടെ ബസ് നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മൂന്നാമത്തെ വണ്ടിയാണിത്. നമ്മുടെ അനൂച്ച് എന്നാണ് ഈ ഒരു വണ്ടീൻ്റെ പേര്. കണ്ണൂർ, തൃശ്ശൂർ, കോഴിക്കോട് സൂപ്പർ ഫാസ്റ്റാണ്. അപ്പോൾ ഇതാണ് വണ്ടി. ഇത് നമ്മുടെ KSRTC ആണ്. ഇത് നമ്മൾ ജസ്റ്റ് ഇന്നലെ ഒരു വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടതാണ് 2 KSRTC. പിന്നെ അതുപോലെ നമ്മുടെ മാരുതി 800 കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ വണ്ടി, നമ്മുടെ ഡർബിയുടെ ടോട്ടൽ ലുക്ക് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഫുള്ളായിട്ടുള്ള ലുക്ക്. പിന്നെ അതുപോലെ തന്നെ ഇൻറ്റീരിയർ കാണിച്ചു തരാം. ഇതാണ് ഇൻറ്റീരിയറിലത്തെ ലുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. സ്റ്റിയറിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ കേരള ട്രാഫിക് മോഡ് ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് കേരളത്തിൽ കുറേ വണ്ടികളിങ്ങനെ കാണുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ നമ്മുടെ പ്രൈവറ്റ് ബസ്, നമ്മുടെ ഡർബി ആയിരുന്നു. അപ്പോൾ ഇത് ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ബസ് പെട്ടെന്നൊന്ന് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ബസ്, അനൂച്ച് എന്ന് പറഞ്ഞ ഒരു ബസ്സാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വേറെ മാപ്പിലാണ് ഇട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ത് ഈ ഒരു രീതിയിലാണ്. അടിപൊളിയായിട്ടുള്ള ഇൻറ്റീരിയറാണ്. നമ്മുടെ അശോക് ലൈലാൻഡിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ട്, സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വീഡിയോയിലത്തെ ലാസ്റ്റത്തെ പ്രൈവറ്റ് ബസ്, നമ്മുടെ മൂന്നാമത്തെ വണ്ടി. പാർത്ഥസാരഥി എന്നാണ് ഈ ഒരു വണ്ടിയുടെ പേര്. ഇത് കണ്ണൂർ കോഴിക്കോട് റൂട്ടിലുള്ള വണ്ടിയാണ്. പിന്നെ അപ്പോൾ അതിനുള്ളിൽ ഒരു ഡ്രൈവറെ കാണാൻ പറ്റും. പിന്നെ അപ്പോൾ തന്നെ സൈഡിൽ നിന്നുള്ള ലുക്ക് ഇതാണ്, ഇൻറ്റീരിയർ ലുക്ക് ഇതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഇത് അശോക് ലൈലാൻഡിൻ്റെ സ്റ്റിയറിംഗ് തന്നെയാണ്. നമുക്ക് അടിപൊളിയായിട്ട് നല്ല സുഖമായിട്ട് ഓടിക്കാൻ പറ്റും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഈ വീഡിയോയുടെ ലാസ്റ്റത്തെ പ്രൈവറ്റ് ബസ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ KSRTCയുടെ ഒരു വോൾവോയുടെ ബസ്സും കൂടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ വോൾവോയുടെ KSRTCയുടെ ബസ്. അപ്പോൾ ഇതാണ് ലുക്ക് വരുന്നത്. ലുക്കൊക്കെ അത്യാവശ്യം ശരിക്കും നമ്മുടെ ഒറിജിനൽ KSRTC വോൾവോ ബസ് പോലെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻറ്റീരിയർ വ്യൂ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇൻറ്റീരിയർ വ്യൂ ഇതാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇൻറ്റീരിയർ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഇവിടെ. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയി രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ കണ്ട് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.